തരൂർ ഈ സമയത്ത് ഇപ്പം ഞാൻ പറയാം, കോൺഗ്രസിനോട് പല അഭിപ്രായം, കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെയാണ്. എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. രാജിവെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി. അതൊരു വലിയ ഫേവറാണ്. സാധാരണ എം പിമാർക്ക് കിട്ടുന്നതല്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ എങ്കിലും അതില്ല, ഇതൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള ഒരു ഇന്ത്യയിലില്ലേ. അപ്പോൾ ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അത് ശശി തരൂരിനെ എവിടെ ഒഴിവാക്കിയെന്നാൽ, ശശി തരൂരിനെ വന്നുടനെ പുള്ളി വിദേശത്ത് ജോലിയൊക്കെ ചെയ്ത് നല്ല ഇതാക്കി UN സെക്രട്ടറിഷിപ്പിന് മത്സരിച്ചു, പരാജയപ്പെട്ട് വന്ന ഉടൻ നമ്മളിവിടെ MP ആക്കി. നമുക്ക് ഭരണം കിട്ടിയപ്പോൾ ഉടനെ മന്ത്രിയാക്കി. അദ്ദേഹം രാജിവെച്ചിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന് രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉടനെ മന്ത്രിയാക്കി. അതൊരു വലിയ ഫേവറാണ്. സാധാരണ എം പിമാർക്ക് കിട്ടുന്നതല്ല. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മന്ത്രിയാക്കി. അത് കഴിഞ്ഞ് വീണ്ടും സീറ്റ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ഏറ്റവും നല്ല പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാനാക്കി. അല്ലാതെ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശശി തരൂരിൻ്റെ പരാതിക്ക് ഒരടിസ്ഥാനവുമില്ല. അദ്ദേഹം പ്രവർത്തിക്കട്ടെ, ആര് തടയുന്നു? ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സ്ഥാനവുമില്ല. ഞാനിപ്പോൾ രാഷ്ട്രീയ സമിതി അംഗമെന്നേ ഉള്ളൂ. ഞാൻ പൂർണ്ണമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ എന്താ തടസ്സം? അദ്ദേഹം എം പി ആണ്, പ്രഗത്ഭനാണ്, നല്ല പ്രസംഗകനാണ്. അദ്ദേഹത്തിന് നേതൃത്വ ഗുണങ്ങളുള്ള ആളാണ്, ഡിപ്ലോമസി ഉണ്ട്. അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല. അത് അദ്ദേഹം തന്നെയല്ല. ഞാൻ 1950 ഇടതുപക്ഷത്തിൻ്റെ ഞാൻ അവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത ഞാൻ നിന്നു. അത് കഴിഞ്ഞ് 5 പ്രാവശ്യം അവിടെ ജയിച്ചു. കാര്യം എന്താണ്? എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാർട്ടിയുടെ വോട്ടിന് കുറച്ച് എക്സ്ട്രാ വോട്ട് കാണും. ഏത് സ്ഥാനാർത്ഥിക്കും കാണും. അദ്ദേഹത്തിനുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരോട് നെക്ക് നിൽക്കുകയായിരുന്നു. അവസാനം അദ്ദേഹത്തെ ജയിപ്പിച്ചത് കടൽ തീരദേശവാസികളായ ഫിഷർമെൻ. അവർ മുഴുവൻ ട്രഡീഷണലി കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്താണ് ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലെയിമിന് ഒരു അർത്ഥവുമില്ല. നമ്മൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കണ്ടില്ലയോ? പല ഏജൻസികളും സർവേകളൊക്കെ ഓരോ പാർട്ടിയെ ഇന്ത്യയെ ജയിപ്പിച്ചത്. ആ സർവേകളുടെ റിസൾട്ടുകളൊക്കെ വല്ല കാര്യമുണ്ടോ? ജനങ്ങളുടെ യഥാർത്ഥ പൾസ് എന്ന് പറയുന്നത് ഈ ഏജൻസികൾക്കൊന്നും അറിയാൻ പറ്റില്ല. പല ഏജൻസിയുടെ കാര്യത്തിലൊന്നും എനിക്ക് അതല്ല. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രവർത്തക സമിതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന് അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രവർത്തക സമിതിയിൽ ആ അഭിപ്രായം പറയണ്ടേ? ഞാൻ ചെയ്യുന്നത്, എനിക്ക് പല കാര്യങ്ങളുള്ള അഭിപ്രായങ്ങൾ ഞാൻ ആ കമ്മിറ്റിയിൽ പറയും, ഞാൻ പുറത്ത് പറയും. അദ്ദേഹത്തിന് അങ്ങനെ പ്രവർത്തക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള 100 പേരുള്ളൂ സാധ്യമല്ല. എങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റി അത് പറയണമായിരുന്നു. ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് നടന്നിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയായിട്ട് വേണമെന്ന് പുറത്തും പറയാം. ആ കമ്മിറ്റി പറയാതെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് കുഞ്ഞുങ്ങളെ? അല്ല, ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് സാധാരണക്കാരൊന്നും അങ്ങനെ ആകുന്നിട്ടില്ല. അതൊന്നും ശരിയല്ല. കേരളത്തിൽ ഒട്ടുമേ ആകുന്നിട്ടില്ല. ഇന്ത്യയിൽ നമ്മൾ പരാജയത്തില്ല. ജനാധിപത്യത്തിൽ വിജയവും പരാജയവും സ്വാഭാവികമാണ്. അപ്പോൾ പരാജയപ്പെടുന്ന ഉടനെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയോ അല്ല വേണ്ടത്. കോൺഗ്രസിൽ നിന്ന് ജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, പാർട്ടിയെ വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ട്, അദ്ദേഹം തിരുവനന്തപുരത്ത് കിട്ടുമോ ഫോണിൽ? അദ്ദേഹം വിദേശത്തെ കൂടുതൽ സമയം തിരുവനന്തപുരത്ത് താമസിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം. സാധാരണ ജനങ്ങളുടെ പരിപാടിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പോകണം, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയിൽ പോകണം. അല്ല, അത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ കൊറോണ സമയത്ത് കോൺഗ്രസ്സുകാരും സാധാരണക്കാരും ഒക്കെ വർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നതിൽ ഒന്നും
ഒരു കാര്യം ഞാൻ കാണുന്നില്ല. അത് സൂപ്പർഫിഷ്യലാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ താമസിക്കാതെ പ്രവർത്തിക്കാതെയാണ് അദ്ദേഹം കേരളത്തിലെ നേതൃസ്ഥാനം ആവശ്യപ്പെടുന്നതെന്നാണ്. കേരളത്തിൽ അധികം കൂടുതൽ സമയം ഉണ്ടാവുന്നില്ല. അല്ല, അത് പുള്ളി കൂടുതൽ സമയം വിദേശത്താണെന്ന് ആർക്കറിയാൻ വയ്യാത്തത്. ഇത് കേരളത്തിലെ നേതാവാണെങ്കിൽ ജനങ്ങളുടെ നേതാവാകണം. ഒരു MP ആയി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നേതാവാക്കത്തില്ല. ജനങ്ങളോട് ചേർന്ന് ജനങ്ങൾ പ്രവർത്തിക്കണം, പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം. സൂപ്പർമാനല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ തുറന്ന് പറയും, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ അല്ല ഇതോ ആണെങ്കിൽ എങ്കിലും അതില്ല, ഇതൊക്കെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ളവർ ഇന്ത്യയിലില്ലേ? ഇന്ത്യയിൽ ഇൻ്റലക്ച്വൽസ് ഇല്ലയോ? നമ്മൾ ഓർത്ത് നോക്കണം. നമുക്ക് ചന്ദ്രനിലോട്ട് നമ്മുടെ സാറ്റലൈറ്റ് അടുത്ത് നമ്മുടെ സോമനാഥ് മലയാളി അല്ലയോ? എന്നാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ, അപ്പം ദാറ്റ് ഈസ് നോട്ട് എ ക്വാളിഫിക്കേഷൻ. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ അതല്ല, ജനങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. കാമരാജിന് എത്ര ഇംഗ്ലീഷ് അറിയാമായിരുന്നു? എത്ര പേരുടെ ഇപ്പം നരേന്ദ്രമോദിക്ക് നമുക്കറിയാമല്ലോ. നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ കൊച്ചാക്കി പറയല്ല, അദ്ദേഹത്തെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ അദ്ദേഹം നേതാവല്ല, അദ്ദേഹം നേതാവാണ്. കാര്യമില്ല, ഗ്രാസ് റൂട്ടിലുള്ളതിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന നേതാവ് എന്ന് പറഞ്ഞാൽ അതാണ് നേതാവ്, അല്ല നേതാവിനെ ഇമ്പോസ് ചെയ്യേണ്ടത് അല്ല. തരൂര് തനിക്ക് എല്ലാ സംവിധാനങ്ങളും കോൺഗ്രസ് നൽകിയിട്ടും തരൂർ കോൺഗ്രസിൻ്റെ അഭിമുഖത്തോട് പിന്നിൽ നിന്ന് കുത്തിയതൊരു അഭിപ്രായമുണ്ട്. തരൂര് ഈ സമയത്ത് ഇപ്പം ഞാൻ പറയാം, കോൺഗ്രസിനോട് പല കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെയാണ്. എന്നാൽ ഈ സമയത്ത് തരൂർ അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം.